ഹലോ, വെൽക്കം ടു മാസ്റ്റർ ഓഫ് ആർട്സ്. ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് വാട്ടർ ഡ്രോയിങ് ആണ്. ഇത് വരയ്ക്കാൻ ഒട്ടും അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് വേണമെങ്കിലും വരയ്ക്കാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരും. അന്നേരം നിങ്ങൾ ആദ്യമേ വേണ്ടത് നമുക്കൊരു പെൻസിൽ, ഒരു ഔട്ട്ലൈൻ്റെ ഒരു പെൻസില്, സ്കെയിൽ, ഇത്രയും നീളമുള്ള സ്കെയിൽ എടുത്താൽ അത്രയും ബെനിഫിറ്റ് നിങ്ങൾക്ക് എളുപ്പം രീതി വരയ്ക്കാൻ പറ്റും. അന്നേരം പിന്നെ ഒരു റേസർ, കട്ടർ, ബാക്കി സാധനങ്ങൾ വരയ്ക്കേണ്ടതായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഇത്രയും സാധനങ്ങൾ മതി. നമുക്ക് ഇത്ര സാധനം ഉണ്ടെങ്കിൽ സ്കെച്ച് ചെയ്യാം. വാട്ടർ കളറിന് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വാട്ടർ കളർ വീഡിയോ ഞാൻ രണ്ടാമത് ചെയ്തിട്ടേക്കാം. അതിൽ ആദ്യമേ സ്കെച്ചിങ്ങിൻ്റെ വീഡിയോ ചെയ്തേക്കാവേ. സ്കെയിൽ എടുത്തിട്ട് നൈസായിട്ട് നമ്മൾ ഈ ബോർഡർ ഉണ്ടല്ലോ, ഈ ബോർഡർ സെറ്റ് ചെയ്യണം. ബോർഡർ സെറ്റ് ചെയ്യാൻ നൈസായിട്ട് കൊടുക്കാവുള്ളൂ. നമ്മൾ വാട്ടർ കളർ ചെയ്യാനുള്ള പേപ്പറല്ലേ, വാട്ടർ കളർ ആയാലും പെൻസിൽ ഷെയ്ഡ് ആയാലും നൈസായിട്ട് കൊടുക്കാമോള്. കഴിയുമ്പോൾ ഇതുപോലെ ഈ അളവിന് വെച്ച് മൊത്തം കോളം ഇടുക. പേപ്പർ എടുക്കുക. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഡ്രോയിങ് പേപ്പറാണ്, ഡ്രോയിങ് ബുക്കിലിരുന്ന പേപ്പറാണ്. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പേപ്പർ ഇല്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ക്യാൻവാസ് അല്ലെങ്കിൽ ഡ്രോയിങ് ചാർട്ടൊക്കെ ഉണ്ട്, ഇതിൽ നമുക്ക് കളർ ചെയ്യാം. വാട്ടർ വെച്ച് പെട്ടെന്ന് ഡൈലൂട്ടാക്കി ചെയ്ത് വിടുന്നതും കളറിൻ്റെ ഷെയ്ഡും എല്ലാം വിശദമായിട്ട് നമ്മൾ ഓരോ വീഡിയോയിലും പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ സ്കെച്ച് ചെയ്യും. സ്കെച്ച് കിട്ടിക്കഴിഞ്ഞാൽ വാട്ടർ കളർ ചെയ്യാൻ ഒരു പാടുമില്ല, എളുപ്പത്തിൽ നടക്കും. ഇങ്ങനെ സ്കെച്ച് ചെയ്തിടുക. ഇങ്ങനെ അധികം വരുന്ന ഭാഗങ്ങൾ നമ്മൾ വിട്ട് കളയുക. ഇത് നമുക്ക് വേണ്ടാത്തതാണ്, നമ്മൾ ബോർഡറാക്കി മാറ്റും. നമ്മൾ വിഷമിക്കുക വേണ്ട, അതൊക്കെ നമ്മൾ ശരിയാവും. കറക്റ്റ് വെക്കുക, ഒരളവ് പോലും തെറ്റരുത്. ഇങ്ങനെ കൊടുക്കുക. ഏറ്റവും നമുക്ക് ബെറ്റർ, കാരണം നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് അളവ് തെറ്റില്ല, നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ എളുപ്പമാവും. ഇതിപ്പോൾ നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ നമ്മൾ ഇത് എത്ര കോളം ഉണ്ടെന്ന് തന്നെയാണ് 1 2 3 4 5 6 7 8 9 കോളം ഇങ്ങോട്ടുണ്ട്. അന്നേരം 9 ഇടുക. 1 2 3 4 5 6 7 8 9 10 11 റോസ് ഉണ്ട്. മൊത്തത്തിൽ നമുക്ക് ഇങ്ങോട്ട് 11ഉം 9ഉം. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ലൈൻ കൊടുക്കുക, പോയിന്റ് തെറ്റാതെ കൊടുക്കുക. ഇങ്ങനെ ഫുള്ള് കൊടുത്തേരെ. ഇതിങ്ങനെ വരച്ചിട്ടതിന് ശേഷം നമ്മൾ നേരെ ക്രോസ് ചെയ്യണം. ക്രോസ് മീൻസ് ഇതാണ്ട് ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ ഇവിടെ വരെ ഇട്ടേക്കുന്നത് ഈ സംഭവം തന്നെ നേരെ തിരിച്ച് ഇത് ലൈൻ തെറ്റാൻ പാടില്ല. ഈ ആദ്യത്തെ ഇത് രണ്ടും നമ്മൾ നോക്കിയിട്ട് പിന്നെ കറക്റ്റ് ചെയ്യും. അന്നേരം എല്ലാവരും വരച്ച് കഴിഞ്ഞ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അന്നേരം ഇതിപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ലൈൻ ഇട്ടെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വരയ്ക്കാം. എന്ന് വെച്ചാൽ ഇത്രയും അറിഞ്ഞുകൂടാത്ത ഒരാൾക്കാണെങ്കിലും എത്രയും പെട്ടെന്ന് വരയ്ക്കാമെന്നുള്ളതാണ്. അന്നേരം ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുക. നമുക്കിപ്പം കറക്റ്റ് പൊസിഷനിൽ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ പിക്ചർ എടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഒരു ആപ്പിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അന്നേരം നമുക്കിപ്പോൾ ഒരു ആപ്പിനെ പരിചയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ആപ്പിൻ്റെ ആവശ്യം വെച്ച് നമുക്ക് വരയ്ക്കുന്നതാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അന്നേരം നമ്മൾ ഒരു ഫോണിലെടുത്ത ഫോട്ടോ ആയാലും നമുക്ക് എളുപ്പത്തിൽ നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റും. അന്നേരം ഞാൻ ആ ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട് കേട്ടോ. ഒരു ഡ്രോയിങ് ഈ സിമ്പിളുള്ള ആപ്പ് എടുക്കാവുള്ളൂ. ഇതാണ് ഇത്തിരി കൂടി സേഫ്, നമുക്ക് ഫ്രണ്ട്ലി യൂസാണ്. ഒരു ആപ്പിലേക്ക് കയറുക, കൊടുക്കുക. പിന്നെ ഗാലറി കയറി നമ്മുടെ ഏത് ഫോട്ടോ ആണ് നമുക്ക് വരയ്ക്കേണ്ടത് അത് എടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ അനിയനാണ്, ഈ പടമാണ് ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. പക്ഷേ എനിക്ക് ഈ ഫ്രെയിം ഇങ്ങനെ വെച്ചുകൊണ്ട് ചെയ്യാനാണ് താല്പര്യം. എന്നിട്ട് ഞാനിപ്പോൾ ചെയ്ത് ഇങ്ങനെ വെക്കുന്നത്, ഇങ്ങനെ ഫോൺ വെക്കുമ്പം നമുക്ക് എത്ര അങ്ങോട്ടുണ്ടെന്ന് എണ്ണിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ 11. നമുക്ക് ഈ ഫോട്ടോയ്ക്കകത്ത് നമുക്ക് 11 അങ്ങോട്ട് വരണം. എന്നിട്ട് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇത് കൊടുക്കുക. ഇത് കൊടുത്തു കഴിയുമ്പോൾ 1 2 3 4 5 ഓക്കെ. ഇതിനകത്ത് കൊടുത്ത് നോക്കുക 11 എത്ര എണ്ണം അങ്ങോട്ട് വരുന്നുണ്ടോ അത് കൊടുക്കുക. 11 എന്ന് കൊടുത്ത് നോക്കുക എത്ര എണ്ണം വന്നിട്ടുണ്ടെന്ന് നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 1 2 3 4 5 6 7 8 9 10
നമുക്ക് ഇവിടം വരെ മതി, നമുക്ക് അഡീഷണൽ വേണ്ട. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് വിട്ടേക്കണം, ഈ ഭാഗം നമുക്ക് വേണ്ടാത്തതാണ്, അങ്ങനെ കിടന്നോട്ടെ. നമ്മൾ ഈ സാധനം അത് കഴിയുക, നമ്മൾ ഇത് കണ്ട ഇത് കൊടുക്കുക. ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ കുളം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് വരും. അത് കഴിയുമ്പോൾ ഇതിൻ്റെ ലൈൻസിന് ഇത്തിരി വണ്ണം കുറയ്ക്കണം, വണ്ണാക്കുക. വണ്ണാക്കുമ്പോൾ നമുക്കിതാ കാണാം, ഇത്തിരി കൂടി വണ്ണം കൂട്ടി എത്ര വേണമെങ്കിലും ഇടാം. ചില പടത്തിന് കൂടുതൽ അങ്ങനെ ആയി വരും, കണ്ടോ ഇങ്ങനെ വരും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കളർ ഏതെങ്കിലും ഒരു നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ എന്ന് വെച്ചാൽ പെട്ടെന്ന് എടുത്തറിയാൻ വേണ്ടി, എനിക്ക് ബ്ലാക്ക് തന്നെ ആണെന്ന് തോന്നിയിട്ടുണ്ട് ബെറ്റർ, അല്ലെങ്കിൽ മഞ്ഞയാക്കാം. നമുക്ക് പല കളർ ഇങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി നോക്കുമ്പോൾ കിട്ടും. അത്രേ ഉള്ളൂ. ഇത് കഴിയുമ്പം നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാഗം തൊട്ട് ഈ ഭാഗം വരെ കാണാം. ഈ കണ്ണോട്ട് തുടങ്ങാനാണ് താല്പര്യമെങ്കിൽ നമ്മൾ കണ്ണിൻ്റെ ഭാഗം സൂം ഇപ്പം അടുത്തതായിട്ട് സ്കെയിൽ എടുക്കുക, നമ്മൾ അളവെടുത്ത് വെക്കുക. നമ്മൾ ഈ വരച്ചേക്കുന്ന അളവുണ്ട് അതെടുത്ത് വെക്കുക. കറക്റ്റാണ്. ഇതിനകത്തൊന്ന് പോവാതിരിക്കുക. ഇനി ഇത് അനക്കി കളയരുത്. ആദ്യമായിട്ട് വരയ്ക്കുമ്പോൾ ഇത്തിരി പാടൊക്കെ തോന്നും, പിന്നെ അത് എളുപ്പമായിരിക്കും. 1 2 3 4 നാലാമത്തെ തൊട്ടാണ് നമ്മുടെ കിടക്കുന്നത്. അന്നേരം 1 2 3 4 നമ്മൾ ഇവിടാണ് തൊട്ട് തുടങ്ങേണ്ടത്. ഇതാണ് നാലാമത്തത്. നാലാമത്തെ തൊട്ട് കാണുമ്പോൾ നമ്മൾ ഈ നാലാമത്തെ ബോക്സ് നോക്കുവാണെങ്കിൽ ഇതുണ്ടോ, ഈ നാലാമത്തെ ബോക്സ് ഇവിടെ തൊട്ടാണ് നമുക്ക് ഈ കിടക്കുന്നത്. ഞാനിങ്ങനെ വരച്ചുകൊണ്ടല്ല ചെയ്യുന്നത്, എളുപ്പത്തിൽ ഒരാൾക്ക് വരയ്ക്കാവുന്ന ഇതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് സൂം ചെയ്തെന്നും പറഞ്ഞത് പൂത്തൊന്നുമില്ല, അതുപോലെ തന്നെ കിടക്കും. വരയ്ക്കാൻ പറ്റും, നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാം. ഹലോ, സോറി ഗായ്സ്, നമ്മൾ ഏറ്റവും ബെറ്റർ ഇതും കൂടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഇതുണ്ട് കേട്ടോ. ഈ ഒരു ആക്കിയിട്ടാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വരച്ച് നീക്കാം, ഷെയ്ഡ് കിട്ടും കറക്റ്റായിട്ട്. അന്നേരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇടുക. ഞാനത് ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് ഞാൻ മറന്നുപോയി, സോറി. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സ്കെച്ച്. നമ്മൾ എത്രയും പെട്ടെന്ന് വരയ്ക്കാവുന്നതാണ് നമ്മുടെ ഏറ്റവും എളുപ്പം രീതിയാണിത്. ഏറ്റവും രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എളുപ്പം. ഇത് കഴിയുമ്പോൾ നമ്മളിത് മായ്ക്കുക, ഈ ലൈൻസ് എല്ലാം മായ്ച്ച് കളയുക. ഈ ലൈൻസ് എല്ലാം മായ്ച്ച് കളഞ്ഞുകൊണ്ട് നമ്മൾ വാട്ടർ കളർ ചെയ്യാൻ തുടങ്ങി. ഇത് സ്കെച്ച്, ഔട്ട് സ്കെച്ചാണ്. ഇതിപ്പം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇത് കൂടിപ്പോയാൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറിനുള്ളിൽ സ്കെച്ച് ഇടാൻ പറ്റും. ആദ്യമേ ഞാൻ പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ചെറിയ പടം, ചെറിയ വരകളും കാര്യങ്ങളും വരുന്ന, ഇത്രയും വരകൾ വരുന്ന എടുക്കരുത്, നിങ്ങൾക്ക് തല പെരുക്കും. ഫസ്റ്റ് നമ്മൾ ഫേസിൻ്റെ എന്തെങ്കിലും ചെറിയൊരു ഭാഗങ്ങൾ മാത്രം ചെയ്യുക, കൊച്ചുങ്ങളെ എന്തെങ്കിലും വരയ്ക്കുക. അതായിരിക്കും നിങ്ങൾ ഇത്തിരി കൂടി ബെറ്റർ. പിന്നെ പറഞ്ഞു തരാനുള്ളത്, ഈ ആപ്പ് ചെയ്യുമ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇടുക, അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി നമുക്ക് വരയ്ക്കുന്നതിനകത്തൊരു ഇത് വരും, കൺഫ്യൂഷൻ വരും. ഇതിൽ തന്നെ ആയിരിക്കും ഇതിലൂടെ ബെറ്റർ. നോക്കണ്ടോ, മറ്റേത് നമുക്ക് ഒറിജിനൽ ഫോട്ടോ വരയ്ക്കുന്നതിലൊരു ഫീൽ നമുക്ക് ആദ്യമായിട്ട് വരയ്ക്കുന്നവർക്ക് ഭയങ്കര പാടായിരിക്കും. ഞാനും വല്ലപ്പോഴും ഇടും, ഇടയ്ക്കൂടെ ഇടും. ഞാൻ ആദ്യമേ അതാണ് മറന്നുപോയത്. ഞാൻ എപ്പോഴും അങ്ങനെ ഉപയോഗിക്കാറില്ല ഇത്. പിന്നെ ഇത് സേവ് ചെയ്ത് വെച്ചേക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് വാട്ടർ കളർ ചെയ്യാൻ നേരത്ത് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്കല്ലാതെ നമുക്ക് ഒരു റെഫിന് വേണമെങ്കിൽ വെച്ചേക്കാം. അതേ ഉള്ളൂ ഗൈസ്. ഇതിൻ്റെ വാട്ടർ കളർ വീഡിയോ സെക്കൻഡ് വീഡിയോയിൽ വരും. അത് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ വരുമാനം ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരാളുടെ പടം നമുക്ക് വരച്ച് കൊടുത്താൽ നമുക്ക് ഉണ്ടാക്കാം. ഗൂഗിൾ ബിസിനസ് എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ
അതെല്ലാം പറഞ്ഞു തരാം. നിങ്ങൾ എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ അവിടെ കൊടുത്തേക്കാം. അതിനകത്ത് നിങ്ങൾ വരയ്ക്കുന്ന ഫോട്ടോ ഇട്ട് തരികയോ എന്തോന്ന് വെച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനകത്ത് ചെയ്യേണ്ട കറക്ഷൻസ് എല്ലാം പറഞ്ഞു തരികയും വിശദമായിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെയും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അന്നേരം